ഒരു രാത്രി കൊണ്ട് ഒരു നാട് വെള്ളത്തിനടിയിലാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു നദി സ്വന്തം അതിരുകൾ മറികടന്ന് ഗ്രാമങ്ങളെയും റോഡുകളെയും വീടുകളെയും വിഴുങ്ങുന്നത് നേരിൽ അനുഭവിച്ചിട്ടുണ്ടോ? കേരളം വീണ്ടും അത്തരമൊരു ദുരന്തത്തിൻ്റെ നടുവിലാണ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളുടെ അതിർത്തികൾ സംഗമിക്കുന്ന മലയോര ഗ്രാമങ്ങൾ, പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പേരുകേട്ട ഈ പ്രദേശങ്ങൾ ഇന്ന് ഭീതിയുടെ മറ്റൊരു പേരായി മാറിയിരിക്കുകയാണ്. മണിക്കൂറുകളോളം നിർത്താതെ പെയ്യുന്ന മഴ, നിറഞ്ഞു കവിഞ്ഞ പമ്പ, മലമുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്ന മണ്ണ്, വീടുകളിലേക്ക് ഇരച്ചു കയറിയ വെള്ളം, രാത്രിയുടെ ഇരുട്ടിൽ ജീവനുമായി ഓടുന്ന മനുഷ്യർ. കേരളം വീണ്ടും ഒരു വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. രാത്രി മുഴുവൻ ആകാശം തുറന്നുവിട്ടതുപോലെ മഴ പെയ്തു. രാവിലെ എഴുന്നേറ്റപ്പോഴും അതേ സ്ഥിതി. മഴയ്ക്ക് ഒരു വിരാമവുമില്ല. 2018 മഹാപ്രളയം കേരളത്തിൻ്റെ ഓർമ്മയിൽ ഇന്നും മായാതെ കിടക്കുന്നു. ആ ദുരന്തത്തിൻ്റെ ഓർമ്മകളെ വീണ്ടും ഉണർത്തുന്ന തരത്തിലാണ് ഇത്തവണയും പ്രകൃതി പെരുമാറിയത്. സംസ്ഥാനത്തെ 10 ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുകളും ആവർത്തിക്കുന്നു. ഓരോ മണിക്കൂറിലും ദുരന്ത വാർത്തകൾ എത്തുന്നു. മരണസംഖ്യ ഉയരുന്നു. കാണാതായവരെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിക്കുന്നു. പമ്പ നദി വീണ്ടും കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. സാധാരണയായി ശാന്തമായി ഒഴുകുന്ന പമ്പ ഇപ്പോൾ അതിശക്തമായ പ്രവാഹത്തോടെ കരകവിഞ്ഞൊഴുകുകയാണ്. നദിയുടെ ഇരുകരകളിലുമുള്ള പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പാലങ്ങൾ കാണാതായി. റോഡുകൾ നദിയുടെ ഭാഗമായി തീർന്നു. ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്കുള്ള യാത്ര അസാധ്യമാവുകയും നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു. എരുമേലി, ഇടകത്തി പ്രദേശത്ത് പമ്പയുടെ തീരത്തുള്ള കടകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. നാട്ടുകാർക്ക് വർഷങ്ങളായി ഉപജീവന മാർഗമായിരുന്ന വ്യാപാര സ്ഥാപനങ്ങളും കണ്ണിറുക്കുന്ന നേരം കൊണ്ട് വെള്ളം വിഴുങ്ങി. റോഡുകൾ അപ്രത്യക്ഷമായി. വാഹനങ്ങൾ കുടുങ്ങി. ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ കാത്തുനിന്നു. റാന്നി മേഖലയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. പമ്പയുടെ ജലനിരപ്പ് ഉയർന്നതോടെ പ്രധാന റോഡുകളിലേക്കും ടൗണിലേക്കും വെള്ളം കയറി. തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി യാത്രക്കാർ വഴിമധ്യേ കുടുങ്ങി. ആശുപത്രിയിലേക്കും വീടുകളിലേക്കും പോകാൻ കഴിയാതെ ആളുകൾ മണിക്കൂറുകളോളം കാത്തുനിന്നു. മണിമലയാറ്റ്, മീനച്ചിലാറ്റ്, പമ്പയാർ എന്നിവിടങ്ങളിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലെത്തി. പാലാ, ഈരാറ്റുപേട്ട, തൊടുപുഴ, വാഗമൺ, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ റോഡുകൾ വെള്ളത്തിനടിയിലായി. ഗതാഗതം തടസ്സപ്പെട്ടു. നൂറുകണക്കിന് വീടുകളിലേക്ക് വെള്ളം കയറി. ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് മലയോര മേഖലകളിലാണ്. ഉരുൾപൊട്ടലിൽ നിരവധി വീടുകൾ മണ്ണിനടിയിലായി. ചിലരെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും ചിലർക്ക് ആ ഭാഗ്യം ലഭിച്ചില്ല. രക്ഷാപ്രവർത്തകർ മണിക്കൂറുകളോളം മണ്ണ് നീക്കി തിരച്ചിൽ നടത്തി. ഓരോ മൃതദേഹവും പുറത്തെടുക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ അവസാനിക്കുകയായിരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പോലീസ്, ഫയർഫോഴ്സ്, NDRF, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പ്രവർത്തനം രാവും പകലും തുടരുകയാണ്. ഇതിനിടെ കേരളം ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാഴ്ച വീണ്ടും ആവർത്തിച്ചു. കൊല്ലത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ എൻജിൻ ബോട്ടുമായി റാന്നിയിലേക്ക് എത്തി. 2018 മഹാപ്രളയത്തിൽ ജീവൻ പണയം വെച്ച് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ അതേ ആത്മാർത്ഥതയോടെയാണ് അവർ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇക്കുറി ഇടുങ്ങിയ വഴികളിലൂടെയും വെള്ളം നിറഞ്ഞ വീടുകളിലൂടെയും ബോട്ടുകൾ എത്തിച്ച് പ്രായമുള്ളവരെയും കുട്ടികളെയും രോഗികളെയും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി. വെള്ളത്തിൻ്റെ ആഴം കുറവായ ഇടങ്ങളിൽ എൻജിൻ നിർത്തി തുഴയും പടിയും ഉപയോഗിച്ച് ബോട്ട് മുന്നോട്ട് നീക്കിയ കാഴ്ചകൾ മനുഷ്യഹൃദയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളായി മാറി. മഴ കുറഞ്ഞെങ്കിലും ദുരിതം അവസാനിച്ചിട്ടില്ല. കോട്ടയത്തെ ഇരാറ്റുപേട്ട നഗരം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളം നഗരത്തെ വിഴുങ്ങി. പിന്നീട് വെള്ളം ഇറങ്ങിയപ്പോൾ ബാക്കിയായത് കട്ടിയുള്ള ചെളി, മാലിന്യം, നശിച്ച വ്യാപാര സ്ഥാപനങ്ങൾ, ഉപയോഗശൂന്യമായ സാധനങ്ങൾ. ഓണച്ചന്തി ലക്ഷ്യമാക്കി സംഭരിച്ചിരുന്ന പഴങ്ങളും ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും മറ്റ് ചരക്കുകളും എല്ലാം വെള്ളത്തിൽ നശിച്ചു. പല വ്യാപാരികൾക്കും 1 രൂപ പോലും രക്ഷിക്കാനായില്ല. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വെള്ളം കയറിയത്. കട തുറന്നപ്പോൾ കണ്ടത് ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും ചെളിയിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ചയായിരുന്നു. വീടുകളിലും അതേ അവസ്ഥ. ഫർണിച്ചറുകൾ, പുസ്തകങ്ങൾ, രേഖകൾ, വീട്ടുപകരണങ്ങൾ എല്ലാം ചെളിയിൽ മൂടപ്പെട്ടു. വെള്ളം ഇറങ്ങിയ ശേഷം ഓരോ വീട്ടിലും ആരംഭിച്ചത് വൃത്തിയാക്കലിൻ്റെ കഠിനമായ പോരാട്ടമാണ്. ഈ സമയത്ത് നിരവധി സന്നദ്ധ സംഘടനകൾ രംഗത്തെത്തി. വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള യുവജന സംഘങ്ങൾ വിവിധ ജില്ലകളിൽ നിന്നെത്തി വീടുകളും കടകളും വൃത്തിയാക്കി. ഒരാളുടെ ദുരിതം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന സന്ദേശം അവർ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. ഈ മഴ ഇത്രയും ഭീകരമായത് എന്തുകൊണ്ടാണ്? കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് നിരവധി വ്യത്യസ്ത ഘടകങ്ങൾ ഒരേ സമയം ശക്തി പ്രാപിച്ചതാണ് പ്രധാന കാരണം. അറബിക്കടലിലൂടെ അതിശക്തമായി വീശിയ സൊമാലി ജെറ്റ് കേരളത്തിലെ വലിയ അളവിൽ ഈർപ്പം എത്തിച്ചു. അതിനൊപ്പം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ കൂടുതൽ സജീവമാക്കി. മൺസൂൺ ട്രഫിൻ്റെ സ്ഥാനം, അറബിക്കടലിലെ കാറ്റിൻ്റെ ശക്തി, സമുദ്രോപരിതല താപനിലയിലെ വർധന എന്നിവ ചേർന്നാണ് ഈ അതിതീവ്ര മഴയ്ക്ക് വഴിയൊരുക്കിയത്.
ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ കാലാവസ്ഥ വ്യതിയാനവും ഇത്തരം അതിതീവ്ര മഴകളുടെ ആവർത്തനം വർദ്ധിക്കുന്നതായി ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. മുമ്പ് ദിവസങ്ങളെടുത്ത് ലഭിച്ചിരുന്ന മഴ ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ പെയ്യുന്നു. അതുകൊണ്ട് തന്നെ മലവെള്ളപ്പാച്ചിലിലും ഫ്ലാഷ് ഫ്ലഡും ഉരുൾപൊട്ടലും വളരെ വേഗത്തിൽ സംഭവിക്കുന്നു. കേരളം വീണ്ടും ഒരു വലിയ പാഠമാണ് പഠിക്കുന്നത്. നദികളെ തടഞ്ഞും മലകളെ മുറിച്ചും പ്രകൃതിയുടെ നിയമങ്ങളെ അവഗണിച്ചും വികസനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രകൃതി ഒരു നാൾ അതിൻ്റെ വില ചോദിക്കുമെന്ന് ഈ ദുരന്തം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ എല്ലാ ദുരന്തങ്ങൾക്കിടയിലും പ്രതീക്ഷയുണ്ട്. ബോട്ടുമായി എത്തുന്ന മത്സ്യത്തൊഴിലാളി, സ്വന്തം വീടുപേക്ഷിച്ച് മറ്റുള്ളവരെ രക്ഷിക്കുന്ന യുവാവ്, ചളി വാരുന്ന സന്നദ്ധ പ്രവർത്തകർ, ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ത്രീ, രാത്രിയും പകലും രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥർ, ഇവരാണ് കേരളത്തിൻ്റെ യഥാർത്ഥ ശക്തി. മഴ ഒരു നാൾ അവസാനിക്കും, വെള്ളം ഇറങ്ങും, റോഡുകൾ വീണ്ടും തുറക്കും, വീടുകൾ വീണ്ടും പണിയും. പക്ഷേ ഈ ദിവസങ്ങളുടെ ഓർമ്മയും പ്രകൃതിയുടെ മുന്നറിയിപ്പും നമ്മൾ മറക്കരുത്. കേരളം ഇന്ന് പ്രളയത്തിനെതിരെ പോരാടുകയാണ്. ഈ പോരാട്ടത്തിൽ ഏറ്റവും വലിയ ആയുധം മനുഷ്യരുടെ ഐക്യവും കരുതലുമാണ്. ജീവൻ രക്ഷിക്കാനാണ് ഇപ്പോൾ ഏറ്റവും വലിയ മുൻഗണന. മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അധികൃതർ നിർദ്ദേശിച്ചാൽ ഉടൻ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക. ഈ മഴക്കാലം വലിയ ദുരന്തങ്ങളില്ലാതെ കടന്നുപോകാൻ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം.